സ്വാഗതം ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി കുതിപ്പിൽ വലിയ സഹായം ചെയ്യുന്ന ഒരു സ്വതന്ത്ര വ്യാപാര കരാറാണിത്. ഇത് നമുക്കറിയാം, ഇതൊരു വെറും വ്യാപാര കരാറല്ല. നേരത്തെ നമ്മൾ പല രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ ഒപ്പിട്ടിരുന്നു ഇതുപോലെ. പക്ഷെ ഇതൊരു സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറാണ്. കോംപ്രിഹെൻസീവ് ഇക്കണോമിക് ആൻഡ് ട്രേഡ് അഗ്രിമെന്റ് എന്നാണ് ഇതിന്റെ പേര് തന്നെ. സ്വാഭാവികമായിട്ടും ഇതുകൊണ്ട് വലിയ ഏതാണ്ട് എല്ലാ മേഖലകളിലും ഇന്ത്യക്ക് കടന്നു ചെല്ലാനും ഇന്ത്യയിലേക്കും ബ്രിട്ടന് കടന്നു വരാനും ഒക്കെയുള്ള അവസരങ്ങൾ വരികയാണ്. ഇത് ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നു. അവരെ സംബന്ധിച്ചോളം ഇന്ത്യ വലിയൊരു വിപണിയാണ്. ഇന്ത്യയെ പോലുള്ള ഇത്ര വിശാലമായൊരു രാജ്യത്ത് വരേണ്ടത് അവർക്ക് അനിവാര്യമായിരുന്നു. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ, തുണിത്തരങ്ങളിൽ, തുകൽ ഉൽപ്പന്നങ്ങളിൽ, ജെം ആൻഡ് ജുവലറിയിൽ, ഏത് മേഖലയിൽ കിടന്നാലും അത് അവിടെയുള്ളവർക്കെല്ലാം ഉത്തേജനം നൽകുന്നതാണ്. അത് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പോലും വലിയ തോതിൽ ഉപകരിക്കാൻ കഴിയുന്നു. കാരണം അത് നമ്മുടെ സ്പൈസസ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കൂടുതൽ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കാനും ഇതൊക്കെ നികുതി രഹിതമായി തന്നെ അവിടെ എത്തിക്കുവാനും കഴിയുകയാണ്. നമുക്കറിയാം, വൻകിടക്കാർക്കും ഗുണമുണ്ട്. കാരണം വലിയ കാറുകൾ, റോൾസ് റോയ്സ് പോലുള്ള, ബെന്റ്ലി പോലുള്ള, ആസ്റ്റർ മാർട്ടിൻ പോലുള്ള കാറുകളൊക്കെ ഇവിടെ ഏതാണ്ട് പകുതി വിലയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇതെല്ലാം ഒരു വിപണി തുറന്നെടുക്കുകയാണ്. ഏതാണ്ട് ഇന്ത്യയിലെ 99% ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കും നികുതി ഇല്ലാതാവുകയോ തീരെ കുറയുകയോ ചെയ്യുകയാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന്റെ 90% ഉൽപ്പന്നങ്ങൾക്കും കുറയുകയാണ്. അതുപോലെ നമ്മൾ കാണാതെ പോകരുത്, ഇന്ത്യയിലെ നമ്മുടെ കരാറുകൾ, നമ്മുടെ കോൺട്രാക്റ്റുകൾ, അത് 200 കോടിക്ക് മുകളിലുള്ളവയിൽ ഇനി UK കമ്പനികൾക്ക്, അത് പ്രതിരോധം പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ ഒഴികെയുള്ളവ UK കമ്പനികൾക്ക് കയറാൻ പറ്റും. അതായത് 40,000-ഓളം ടെൻഡറുകൾ 200 കോടി രൂപയ്ക്ക് മുകളിലുള്ളത് ഈ രാജ്യത്തുണ്ട്. അപ്പൊ അത് ഈ നിലയിൽ ചില വെല്ലുവിളികളുണ്ട്. എന്നാൽ ഇതെല്ലാം ഇന്ത്യ പോലൊരു രാജ്യത്തിന് വലിയ തോതിൽ ഒരു കുതിച്ചുകയറ്റത്തിന് തുടങ്ങി. ഇതൊരു തുടക്കം മാത്രമാണ് ഈ ഒരു ട്രേഡ് അഗ്രിമെന്റ്. കാരണം ഇനി അമേരിക്കയായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ടും, നമുക്കറിയാം, യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, അമേരിക്കയായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അമേരിക്ക ഉടൻ തന്നെ അത് പ്രാബല്യത്തിലാകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊരു വലിയ ചരിത്ര നിമിഷമാണ്. ഈ ചരിത്രം ഇന്ത്യയുടെ ഒരു പുതിയ ഭാവിയിലേക്കുള്ള കുതിച്ചുകയറ്റത്തിലേക്കുള്ള വൻ സാമ്പത്തിക ശക്തിയായി വളരുന്നതിനും ഇന്ത്യയെ ഒരു വികസിത രാജ്യമായി വളർത്തുന്നതിനും ഒക്കെയുള്ള ആ ഒരു കുതിപ്പിന്, കാരണം ഇത് അടച്ചു വെക്കാൻ കഴിയില്ല. ലോകം ഒന്നാണ്. ഇനി നമുക്ക് പഴയതുപോലെ ഇന്ത്യക്കകത്ത് എല്ലാം സംരക്ഷിച്ചു നിർത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ അവസരങ്ങളെ എത്രയും വേഗം പ്രയോജനപ്പെടുത്തുകയും അത് സാധാരണക്കാർക്കും വ്യവസായികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ, നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രത്യേകിച്ചൊരു നേട്ടം ഉണ്ടാകും. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ഇൻവെസ്റ്റ് ഇന്ത്യ എന്ന പേരിൽ ODOP, വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് വലിയൊരു പദ്ധതി കൊണ്ടുവന്നു. തുടക്കത്തിലുള്ള ആവശ്യം ഇപ്പം ഇല്ല. ഓരോ ജില്ലയിലെയും ഓരോ നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് വിദേശത്തേക്ക് കയറ്റി വയ്ക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണത്. അത് വളരെ നല്ല തോതിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ആദ്യത്തെ ആവശ്യമില്ല. അതൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ കരാറ് UK-യുമായി ഇന്ത്യ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UK പ്രൈം മിനിസ്റ്റർ സ്റ്റാർമറുമായി ഇന്ന് ഒപ്പുവെച്ച ഈ കരാറ് നമ്മുടെ ഇന്ത്യയുടെ ഭാവി വികസനത്തിന് തീർച്ചയായിട്ടും വലിയൊരു കുതിപ്പാണ്, ഒരു വലിയ ചുവടുവെപ്പാണ്. ഇതിന് എല്ലാ ആശംസകളും നേരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വ്യവസായ സമൂഹം ഇതിനെ സർവാത്മത സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇത് ഇന്ത്യയുടെ ഒരു പുതിയ പാത വെട്ടി തുറന്നിരിക്കുകയാണ്. ഇനി അത് തുറന്നിട്ട് ഈ വാതിലിലൂടെ ഒത്തിരിയേറെ കാറ്റ് അകത്തോട്ട് കയറി വരും. നമുക്ക് അങ്ങോട്ടും കുറെ ഏറെ ഇറങ്ങിപ്പോകാനും വിശാലമായ ഒരു ലോകത്തേക്ക് കടക്കുവാനുമുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ശരി.